ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പിഗ്മെൻറ്റേഷനെ കുറിച്ച് മാത്രമല്ല കേട്ടോ. നമുക്ക് വളരെ ഈസി ആയിട്ട് പിഗ്മെൻറ്റേഷൻ്റെ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് പറഞ്ഞു തരുന്നത്. വെൽക്കം ബാക്ക് ടു നിംസ്വേ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇനി മുതൽ നമ്മളുടെ വീഡിയോൻ്റെ കുറച്ച് ക്വാളിറ്റിയിലുമൊക്കെ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ വീഡിയോ തന്നെ കുറേ നല്ല കണ്ടൻറ്റുമായിട്ട് ഇനി വരാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരാനുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ പിഗ്മെൻറ്റേഷനാണ് നമ്മൾ ഇന്നത്തെ വിഷയം. അപ്പോൾ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഒത്തിരി വീഡിയോസ് ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്താണ് പിഗ്മെൻറ്റേഷൻ എന്തുകൊണ്ട് സംഭവിച്ചു, ഇതൊക്കെ നമ്മൾ കുറേ വീഡിയോസിൽ ഞാൻ പറയുന്നുണ്ട്. കാരണം നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു സ്കിൻ കെയർ ചെയ്യാത്തത് കൊണ്ടാണ്. വീണ്ടും നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചാലും ശരി, അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ മാറാനായിട്ട് പെട്ടെന്നൊരു ക്രീമോ കാര്യങ്ങളോ ഉപയോഗിക്കുന്നതിൽ വലിയ കാര്യമില്ല. നമ്മൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൂടുതൽ ആവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ഒരു സ്കിൻ കെയർ ചെയ്യുക. അതിൻ്റെ കൂടെ നമുക്ക് ഇതുപോലെ തന്നെ വീട്ടിൽ സേഫായിട്ട് വളരെ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കുകളുണ്ട്. അത് അതിൻ്റെ കൂടെ കൊണ്ടുപോയാൽ മതി. ഒരു പ്രോബ്ലം ഇല്ല, നമുക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റും. കാരണം ഒത്തിരി പേര് ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരുമ്പോൾ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്താ പറയുക ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്നുണ്ട്, അതുപോലെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിലൂടെ വീണ്ടും ഒത്തിരി സ്കിൻ ഡാമേജായി വരുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും എടുത്ത് പറയുവാണ്, നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വരാതിരിക്കാൻ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യാം എന്നുള്ളത് നോക്കുക. വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 30 വയസ്സ് മുതൽ പ്രോപ്പർ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുക. ഇനി വന്നവരെന്ത് ചെയ്യണം, ആ ഒരു പ്രശ്നത്തിന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സ്കിന്നിനെ പ്രോപ്പറായിട്ടൊന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് കറക്റ്റ് ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുക. നല്ല വ്യത്യാസം സ്കിന്നിലേക്ക് വരുന്നുള്ളത് 100% ഞാൻ ഗ്യാരൻറ്റിയോടുകൂടി പറയുവാണ്. അപ്പോൾ സ്കിന്നിൽ ഞാൻ വീണ്ടും പറയാം, നമ്മളൊരു സ്കിൻ കെയർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എത്ര ഏജിലാണെങ്കിലും ശരി, ഏത് സമയം എപ്പോഴാണെങ്കിലും ശരി, 40, 50 എത്ര വയസ്സ് വേണമെങ്കിലും ആയിക്കോട്ടെ, സ്കിൻ ഭയങ്കര ക്ലിയർ ആയിരിക്കും. വേറെ ഒന്നും വേണ്ട, നമുക്കൊരു മന്ത്ലി വൺസ് ഒരു ഫേഷ്യൽ ചെയ്യണമെന്ന് പോലും ഇല്ല. കറക്റ്റായിട്ട് ഒരു സ്കിൻ കെയർ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ റീസൺ എന്താണെന്ന് മനസ്സിലായല്ലോ. നിങ്ങൾ പ്രോപ്പറായിട്ട് സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്യാത്തതും സ്കിന്നിന് ഒരു പ്രോപ്പർ കെയർ കൊടുക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടായത്. അപ്പോൾ ഇനിയെങ്കിലും ഇത് കാണുന്നവർ കറക്റ്റായിട്ട് ഒരു സ്കിൻ കെയർ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോസ് ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു രീതിയിൽ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് ഫീൽ ചെയ്യും. കാരണം എനിക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും കൂടി പറഞ്ഞും ക്ലിയർ ചെയ്തും ഒക്കെ തരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. കാരണം കുറേ നാളുകളായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതൊന്ന് കുറച്ച് മാറ്റി പിടിച്ചിരിക്കുവാണ്. അപ്പോൾ അതും കൂടി ഒന്ന് പറയുക. അപ്പോൾ ഇന്നത്തേൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പിഗ്മെൻറ്റേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുള്ള ഒരു പാക്ക് എന്ന് പറയുമ്പോൾ വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് നമ്മളിന്ന് പറയാൻ വേണ്ടി പോകുന്നത്. വേറൊന്നുമല്ല, നമ്മൾ മുൾട്ടാണി മെട്ടി അറിയാം എല്ലാവർക്കും. ഒരുപാട് നമ്മൾ ഓയിലി സ്കിന്നുകാർക്ക്, ഓപ്പൺ ബോർഡ്സ് ഉള്ളവർക്കൊക്കെ ഭയങ്കര റിസൾട്ട് കിട്ടുന്നതാണ്. പക്ഷേ ഇവിടെ മുൾട്ടാണി മെട്ടി അല്ല ശരിക്കും പറഞ്ഞാൽ പാക്കിൽ വരുന്നത്. അത് നമ്മൾ ഇതിൻ്റെ കൂടെ എടുക്കണമെന്നേ ഉള്ളൂ. ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ബദാമാണ്. ആൽമണ്ട് എടുക്കുക, ഒരു 10 ബദാം എടുക്കുക. അതൊന്ന് 8 to 10 കേട്ടോ, 8 മുതൽ ഒരു 10 ബദാം എടുക്കുക. അതൊന്ന് നമ്മൾ വെള്ളത്തിലിട്ട് ഒന്ന് സോക്കിങ്ങിന് വേണ്ടി വയ്ക്കുക. അതായത് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കുക. തലേ ദിവസം രാത്രി വയ്ക്കുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അതിനുശേഷം നമ്മളിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അതിന് ശേഷം നമ്മളിത് ഒരു വൈറ്റ് ക്ലോത്ത്, ഒരു നല്ലൊരു വൃത്തിയുള്ള ഒരു വൈറ്റ് ക്ലോത്ത് എടുക്കുക. അതിലേക്ക് നമ്മളിത് ഒഴിച്ച് ഇതിൻ്റെ മിൽക്ക് അല്ലെങ്കിൽ ഈ ബദാം പാല് മാത്രമായിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കുക. ഒരുപാട് പേര് ബദാമും ഒത്തിരി നമ്മൾ ഇതിന് വേണ്ടി മാത്രമല്ലാതെയും ഒത്തിരി കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. സ്കിന്നിനെ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യാനും റിപ്പയറിങ്ങിനും ഒക്കെ നമുക്ക് സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ബദാം മിൽക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ബദാം. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചിലവർ ചോദിക്കും, ബദാം മിൽക്കാണല്ലോ, അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് ഇത് ഓക്കെ ആവുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും നമുക്കിത് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഇവിടെ നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പിഗ്മെൻറ്റേഷൻ ക്ലിയർ ആവണം, അല്ലെങ്കിൽ അത് കുറഞ്ഞ് വരണം. പിഗ്മെൻറ്റേഷൻ എന്നുള്ളത് ഒരു ദിവസം കൊണ്ട് കുറയുന്ന ഒരു സംഭവമല്ല, അതും കൂടി മനസ്സിലാക്കുക.
കുറച്ച് നാളെടുക്കും നമുക്കിതൊന്ന് പതുക്കെ പതുക്കെ മാത്രം. കാരണം ഇതിനകത്ത് പ്രോപ്പർ ഒരു ഹൈഡ്രേറ്റ് ചെയ്ത് നമ്മളുടെ സ്കിൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം കുറേ കോശങ്ങൾ കൊണ്ട് എന്താ പറയുക, കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് കോടിക്കണക്കിന്. അപ്പോൾ അതിനെല്ലാം ജീവനുള്ള സംഭവമാണ് അല്ലേ, സെൽസ് ഉണ്ട്. അപ്പോൾ ഇത് സെല്ലെല്ലാം തന്നെ നമുക്ക് ഡാമേജ് വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മൾ സ്കിന്നിന് ശരിക്കും ഡാമേജ് സംഭവിക്കുന്നതാണ് പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് പതുക്കെ പതുക്കെ ഒന്ന് ഹെൽത്തി ആക്കി എടുക്കണം, ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഹൈഡ്രേഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് പതുക്കെ അത് ക്ലിയർ ചെയ്ത് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പാക്ക് യൂസ് ചെയ്യുമ്പോഴും ഒറ്റയടിക്ക് നമ്മളൊരു പാക്ക് ഇട്ടു, അയ്യോ എൻ്റെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല, അങ്ങനെ ചിന്തിക്കരുത്. ടൈം എടുത്ത് ഇത് ക്ലിയർ ആവത്തുള്ളൂ. അപ്പോൾ അതിന് നമുക്കൊരു ക്ഷമ വേണം, പതുക്കെ പതുക്കെ. കാരണം അത്രയും ലെയർ നമുക്ക് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. പക്ഷേ നമ്മളത് കറക്റ്റായിട്ട് ചെയ്തു വരും. ഒരു സ്കിൻ കെയർ ചെയ്യുകയാണെങ്കിലും ശരി, ഒരു 10 ദിവസം ചെയ്തു, അയ്യോ എൻ്റെ സ്കിന്നിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല എന്നാൽ പിന്നെ മതി എന്ന് ചിന്തിക്കരുത്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് നമ്മുടെ സ്കിൻ്റെ ടെക്സ്ചർ മാറുന്നത് തന്നെ ഒരു 21 ഡേയ്സ് കഴിയുമ്പോഴാണ്. ചിലവർക്ക് 21 ഡേയ്സിൽ തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ തുടങ്ങും. ചിലവർക്ക് ഒരു 90 ഡേയ്സെങ്കിലും ആവും. ചിലവർക്ക് 60 ഡേയ്സിൽ അറിയാൻ പറ്റും, ചിലവർക്ക് 90. അത് നമ്മളുടെ പ്രശ്നം എത്രത്തോളം ഡീപ്പിലാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഇത് റിസൾട്ട് അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ എനിക്ക് റിസൾട്ട് വേണം എന്ന് ചിന്തിക്കരുത്. കാരണം ഞാൻ ഒരുപാട് പേര് സ്കിൻ കെയറും ഗൈഡൻസൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ചില ആൾക്കാരുടെ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട്, കാരണം അത്രയും പ്രശ്നം ഉള്ളൂ, ഓക്കെയാണ്, കുഴപ്പമില്ല, അങ്ങനെയുള്ളവർക്ക് ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടും, അല്ലാത്തവർക്ക് കുറച്ച് വൈകും. അപ്പോൾ പേഴ്സണൽ ഗൈഡൻസും നമ്മൾ കൊടുക്കുന്നുണ്ട്. സ്കിൻ കെയർ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒന്നും അറിയാത്തവർക്ക്, എന്ത് പ്രൊഡക്റ്റ് മേടിക്കണം, എന്താണ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയാതെ വിഷമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉണ്ടാവും കേട്ടോ. അതിലേക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പേഴ്സണൽ ഗൈഡൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പേഴ്സണലി നമ്മൾ വീഡിയോ കോൾ ചെയ്ത് നിങ്ങളുടെ സ്കിൻ്റെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു സ്കിൻ കെയറിലൂടെ നിങ്ങൾക്കിപ്പോൾ എന്ത് പ്രശ്നമുണ്ടോ അതെല്ലാം നമുക്ക് ഹെൽത്തി ആയിട്ട് സ്കിന്നിനെ കറക്റ്റായിട്ട് എന്താ പറയുക, ഒരു ഹെൽത്തി സ്കിന്നാക്കിക്കൊണ്ട് ക്ലിയർ ചെയ്യുക, അല്ലാതെ കുറേ കെമിക്കലൊക്കെ ഉപയോഗിച്ച് ക്ലിയർ ചെയ്യുക എന്നുള്ളതല്ല. അപ്പോൾ അതും ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഗൈഡൻസിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പാക്കാണ്. അപ്പോൾ ആദ്യം ബദാം മിൽക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ മുൾട്ടാണി മിട്ടി ഇടുക, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ നമ്മളുടെ കസ്തൂരി മഞ്ഞളും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കസ്തൂരി മഞ്ഞൾ നമ്മളെല്ലാ പാക്കിലും നമ്മൾ ഉൾപ്പെടുത്തുന്നത്, കാരണം ടാൻ അണിവൺ ഇതിനെല്ലാത്തിലും ഭയങ്കര റിസൾട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്തൂരി മഞ്ഞൾ ഇല്ലാതെ പറ്റത്തില്ല. അപ്പോൾ കുറച്ച് കസ്തൂരി മഞ്ഞളും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഹണിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ദെൻ നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം, ഏത് പാക്ക് യൂസ് ചെയ്യുമ്പോഴും ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം കേട്ടോ. ക്ലെൻസ് ചെയ്യാന്ന് വെച്ചാൽ ഡീപ്പ് ക്ലീനിങ് ആണ്. അപ്പോൾ നമ്മളത് സാധാരണ ഒരു ഫേസ് വാഷ് വെച്ച് ഉപയോഗിക്കുന്നത് പോലെ അല്ല. ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്കിന്നിൻ്റെ പുറമേ കാണുന്ന ലെയർ മാത്രമാണ് ക്ലിയറായി വരുന്നത്. ക്ലെൻസിങ് എന്ന് പറയുന്നത് നമ്മൾ ഫേസിൽ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ പാക്ക് യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ ഏത് പാക്ക് യൂസ് ചെയ്യുമ്പോഴും ഈവനിങ് ടൈമിലായിരിക്കുന്നതാണ് ബെറ്റർ. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഞാനത് ഒരുപാട് വീഡിയോസിൽ റിപ്പീറ്റ് ചെയ്ത് പറയാറുണ്ട്. നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും, അതും പിഗ്മെൻറ്റേഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു പാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് ഉച്ച സമയത്തോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മൾ ചൂടിലേക്ക് ഇറങ്ങി പോകുന്ന രീതിയിലോ ആവാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈവനിങ് ടൈമിൽ പാക്ക് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഇത് ഒരു 10 to 20 മിനിറ്റ്സ് വെക്കുക, ഫേസിൽ അപ്ലൈ ചെയ്ത് വെക്കുക. ക്ലെൻസ് ചെയ്തതിന് ശേഷം ഫേസ് ഒന്ന് നല്ലൊരു എന്താ പറയുക, നമ്മളുടെ ഫേഷ്യൽ ടിഷ്യൂ ഉണ്ടല്ലോ അത് വെച്ചൊന്ന് ഒപ്പിയെടുത്തതിന് ശേഷം വേണം പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അതിനുശേഷം നമുക്ക് എവിടെയാണോ ഉള്ളത് ആ ഒരു ഏരിയ മാത്രം ഫോക്കസ് ചെയ്ത് അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. ഇനി ഫുൾ ഫേസ് ചെയ്താലും വലിയ പ്രശ്നമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. അപ്ലൈ ചെയ്യുക, 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, ദെൻ അതിനുശേഷം വാഷ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക സ്കിന്നിൽ. അപ്പോൾ എപ്പോൾ പാക്ക് ഇട്ടാലും നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ കെയർ നമ്മൾ ചെയ്തിരിക്കണം. കറക്റ്റായിട്ട് ഒരു പ്രോപ്പർ ഒരു മോയ്സ്ചറൈസർ സ്കിന്നിൽ അപ്ലൈ ചെയ്യണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ദിവസം കറക്റ്റായിട്ട് ചെയ്തു വരുവാണെന്നുണ്ടെങ്കിൽ പിഗ്മെൻറ്റേഷന് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും കേട്ടോ, നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എനിക്ക് അറിയിക്കണം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ പാക്കിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു പ്രോപ്പറായിട്ട് ഒരു നല്ലൊരു ക്ലെൻസറായിട്ട് നമ്മളുടെ മാജിക് ഓയിലും കൂടി ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. കാരണം പിഗ്മെൻറ്റേഷന് ഇങ്ങനത്തെ പ്രോബ്ലമൊക്കെ ഉള്ള ഒത്തിരി പേരാണ് നമ്മളുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും മാറാത്തത് നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റിൽ മാറിയിട്ടുണ്ട്. ആയുർവേദിക്കാണ്, നാച്ചുറലാണ് എന്ന് വെച്ചിട്ട് നമ്മൾ സ്കിന്നിൽ ഓയിൽ പോലെ നിൽക്കുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മളിത് മാജിക് ഓയിൽ എന്ന് വിളിക്കുന്നത്. നമ്മുടെ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവട്ടെ.
അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം കാണുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.